ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സുധിയുടെയും ശ്രുതിയുടെയും വിവാഹ വാർഷികവും ആ ബിസിനസ് ഡീലിംഗ് ഒക്കെ നടക്കുന്ന ആ ഒരു ഓഡിറ്റോറിയാണ് കേട്ടോ. അപ്പൊ അവിടെ അഭിലാഷ് സാർ വന്നിരിക്കുകയാണ്. അഭിലാഷ് സാർ വന്നതും ആദ്യം രവീന്ദ്രനെ പരിചയപ്പെടുകയാണ്. അപ്പൊ രവീന്ദ്രനെ പരിചയപ്പെടുത്തി അപ്പോഴത്തേക്കും അഭിലാഷ് സാർ പറഞ്ഞു, ഏതായാലും മക്കള് ഇത്രയും നല്ല നിലയിലൊക്കെ എത്തി നിൽക്കുമ്പോൾ ഒരച്ഛന് എന്തൊരു അഭിമാനമായിരിക്കും. ആ ഒരു അഭിമാനം ഈ അച്ഛന്റെ മുഖത്ത്, ആ ഒരു സന്തോഷവും ഈ അച്ഛന്റെ മുഖത്തുണ്ടല്ലോ എന്ന്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ, അഭിമാനമോ സന്തോഷമോ എന്നിങ്ങനെ പതുക്കെ മനസ്സിൽ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ സുധി അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ നമ്മുടെ രവീന്ദ്രനെ മാറ്റി അങ്ങോട്ട് വിട്ടത്. അതായത് മാറ്റി അങ്ങോട്ട് വിട്ടു. കാരണം ഒത്തിരി അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ രവീന്ദ്രന്റെ കയ്യിൽ നിന്ന് പോകും, കള്ളത്തരം പൊളിയും എന്ന് നമ്മുടെ സുധിക്ക് ഒരു ചെറിയ സംശയം. അതുകൊണ്ടാണ് രവീന്ദ്രനെ മാറ്റി വിട്ടത്. ഏതായാലും ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രീകാന്ത് സച്ചി അതുകൊള്ളാലോ, അച്ഛനെ അവൻ നൈസായിട്ട് ഒഴിവാക്കിയല്ലോ, അവനിട്ടൊരു പണി കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്ക് രേവതി പറഞ്ഞു, എന്താ സച്ചേട്ടാ ഇത്, സച്ചേട്ടാ അതേ മര്യാദക്കിരുന്നേ, അവരുടെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ഇതൊക്കെ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് സച്ചേട്ടനൊന്നും മിണ്ടണ്ട, വിട്ടേരെ എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ സച്ചിനെ ശ്രീകാന്തിനെ പിടിച്ചു നിർത്താൻ രേവതി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രനെ പരിചയപ്പെടുത്തുകയാണ്. ദിസ് ഈസ് മൈ മദർ, നല്ല പ്രൊഫഷണൽ ഡാൻസറാ, എന്റെ അമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു ഡാൻസ് അക്കാഡമി തന്നെയുണ്ട്. അപ്പോഴത്തേക്ക് റിയലി ഗ്രേറ്റ് എന്നൊക്കെ അഭിലാഷ് സാർ പറഞ്ഞു. അപ്പൊ നമ്മുടെ സച്ചി അവിടെ നിന്ന് ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചത് എന്നിങ്ങനെ ശ്രീകാന്തിനോട് ചോദിച്ചപ്പോഴത്തേക്കും ശ്രീകാന്ത് നിന്ന് ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെയാണെങ്കിൽ കുറച്ച് മദ്യമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം മദ്യമൊക്കെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ കൺട്രോൾ അങ്ങ് പോവുകയാണ്. അപ്പൊ കൺട്രോൾ കൺട്രോൾ സച്ചിയുടെ കൺട്രോൾ കൺട്രോൾ എന്ന് നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് സച്ചിയോട് കേട്ടോ. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ അഭിലാഷ് സാറ് ചന്ദ്രയോട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പൊ ചന്ദ്രയോട് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുധിയും ശ്രീകാന്തും നോക്കിക്കൊണ്ട് തന്നെ നിപ്പുണ്ട്. കാരണം നമ്മുടെ ചന്ദ്ര എന്തൊക്കെയോ നുണയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അഭിലാഷ് സാർ പറഞ്ഞു, ഓ ഇങ്ങനെ ഒരു അമ്മയെ കിട്ടി, നിങ്ങൾ എന്തൊരു ഭാഗ്യവാനാണോ, അടിപൊളി അമ്മയല്ലേ, ഇത്രയും കഴിവുള്ള ഒരു അമ്മേനെ കിട്ടിയത് ഭാഗ്യം തന്നെയാ. അതെ അതെ സാർ, ഐ ആം വെരി വെരി ലക്കി മാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതേ സാറിന് ബാക്കിയുള്ളവരെ പരിചയപ്പെടുത്തണ്ടേ, വാ ഞാൻ പരിചയപ്പെടുത്താം, എന്റെ സഹോദരങ്ങളുണ്ട്, അവരിവിടെ എവിടെ ഉണ്ടായിരുന്നു, ഞാൻ പരിചയപ്പെടുത്താന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചോണ്ട് പോവുകയാണ്. അപ്പൊ ഭാമ പറഞ്ഞു, സ്വന്തമായി അക്കാദമി ബോംബെയില് പ്രോഗ്രാം, എന്റെ ചന്ദ്രേ നിന്റെ ഒരു നാക്ക്, വല്ലാത്ത നാക്ക് തന്നെയാട്ടോ ചന്ദ്രേ, അയാൾ വിശ്വസിച്ചു പോയില്ലേന്ന്. ഈ ഒരു സമയത്ത് നമ്മുടെ അഭിലാഷ് സാറിനെയും കൂട്ടിക്കൊണ്ട് ശ്രീകാന്തിന്റെ സച്ചിയുടെ അടുത്ത് നിന്നിട്ട്, ഇതാണ് എന്റെ ബ്രദേഴ്സ്, ഇത് ശ്രീകാന്ത്, ഇത് സച്ചി, ഇത് ഇവരുടെ ഭാര്യമാര്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിനെ ഇങ്ങനെ കൈ ഇങ്ങനെ കൊടുത്തിട്ട് ഇംഗ്ലീഷിൽ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. നമ്മുടെ സച്ചിക്കൊന്നും മനസ്സിലാകാത്തോണ്ട് വന്ന് സച്ചി അപ്പം ശ്രുതി പറഞ്ഞിട്ടുണ്ട് യാ എന്ന് പറഞ്ഞേക്കണമെന്ന്. അപ്പോഴത്തേക്കാണെങ്കിൽ ഇംഗ്ലീഷിൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എത്ര കാറുണ്ട് എന്ന്. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ സച്ചിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി യാ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു, 50ഓളം കാറുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇനി ഈ വർഷം 30ഓളം കാറും കൂടി എനിക്ക് മേടിക്കണം, വലിയ വലിയ കമ്പനിയിൽ നിന്നൊക്കെ ഓഫേഴ്സ് വന്നിട്ടുണ്ട്, പക്ഷെ എന്ത് ടേസ്റ്റിനകത്ത് കാർ അങ്ങോട്ട് സെറ്റ് ആവണില്ല സാറേ, അതിനു വേണ്ടിയാ ഞാൻ വെയിറ്റ് ചെയ്യണത്, യാ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയും രേവതിയും അടുത്ത് നിന്ന് യാ. എന്നിട്ട് സച്ചി പറഞ്ഞു, അതെ ഇനി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എന്റെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണം കാറിന്റെ. ഇങ്ങനെയുള്ള ബിസിനസ്സുകാരെയാ എനിക്ക് ആവശ്യം. ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഞാൻ ബ്രാഞ്ച് തുടങ്ങുന്നുണ്ട്, ഇന്ത്യയിൽ മാത്രമല്ല, അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര തള്ള്, ഭയങ്കര തള്ളെന്ന് പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര തള്ളം. എന്നിട്ട് പറയാണ്, കഴിഞ്ഞ ദിവസം ഞാൻ ജപ്പാനിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചതേ ഉള്ളൂ, കഴിഞ്ഞ ദിവസം ഞാൻ ജപ്പാനിലായിരുന്നു, വല്ലപ്പോഴും മാത്രമേ ഞാൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ കൂടുതൽ സമയം പുറത്താണ്. അപ്പോഴത്തേക്കും സുധി, എടാ കുറച്ച് പൊടിക്ക് കുറയ്ക്കടാ, മതിയുടെ ഇത്രയും വലിയ തള്ളണ്ടടാ എന്ന് പറയാണ്. അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി, ഇത് എന്റെ വൈഫാണ്, വൈഫ് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, എന്റെ വൈഫിന് സ്വന്തമായി ബിസിനസ് ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പൂ എന്ന് പറയാൻ പറഞ്ഞപ്പോ പൂവല്ല, പൂന്തോട്ടം, 50 ഏക്കർ പൂന്തോട്ടം. അതെ, ഈ പൂക്കളൊക്കെ ഫോറിനിലേക്ക്
അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അപ്പുറം നിന്ന് എക്സ്പോർട്ട് എക്സ്പോർട്ട് ആ സാധനം തന്നെ അത് കയറ്റി അയക്കില്ല എന്റെ ഭാര്യയുടെ പരിപാടി. ഓ വെരി വെരി നൈസ്. പൂക്കൾ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. എനിക്ക് പൂക്കൾ വളരെയധികം ഇഷ്ടമാണ്, വളരെയധികം ഇഷ്ടം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാ. അപ്പം വേണോ സാറേ പൂ എത്ര വേണം, എത്ര മുഴം വേണം, എങ്ങനെ വേണം? അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ആ പൂക്കാരി ആയി പോയിട്ടോ. മനസ്സിലാ പൂക്കാരി അങ്ങ് വന്നു. അപ്പോഴത്തേക്കും പൂവോ, അതെങ്ങനെ നിങ്ങൾക്ക് പൂ എനിക്ക് തരാൻ പറ്റും? അതെ എന്റെ ഭാര്യ പറഞ്ഞതേ ഇവിടെ സ്റ്റാഫിനോട് പറഞ്ഞ് സെറ്റാക്കി തരാന്നാ. ഓ അങ്ങനെ, ഇപ്പം വേണ്ട, എനിക്കൊരു ബൊക്ക പൂ കിട്ടിയായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് അവിടെ നിൽക്കുകയാണ്. ശ്രീകാന്തിനെ കണ്ട ഉടനെ നിങ്ങള് റെസ്റ്റോറന്റ് നടത്താണല്ലേ? അതെ റെസ്റ്റോറന്റ് നടത്താണ്. ഏതായാലും 5 സ്റ്റാർ റെസ്റ്റോറന്റ് നടത്താന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. നിങ്ങള് എന്റർടൈൻമെന്റ് ആയിട്ടാണോ ഈ സംഭവം? അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറയാണ്, എന്റെ ഭർത്താവ് നന്നായിട്ട് കുക്ക് ചെയ്യും, അത് തന്നെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ? കുക്കോ? അപ്പം കുക്കാണോ എന്ന് ചോദിച്ചാൽ സാറേ, അത് കുക്കാണോ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കുക്ക് ചെയ്യുന്നവരെ കണ്ടെത്തും. അപ്പം ഞാൻ കുക്കിംഗ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ല, ശ്രീകാന്ത് ഹോട്ടൽ ഓണർ ആയിട്ട് എത്ര ദിവസമായി? അപ്പോഴത്തേക്കുമാണ് നമ്മുടെ വർഷ 1 ദിവസം എന്ന് പറയുന്നത്. അപ്പൊ അഭിലാഷ് സാറ് വാട്ട്, എന്ത്? അതെ, എല്ലാ ദിവസവും ഇന്നാണ് ഹോട്ടൽ തുടങ്ങിയത് എന്ന ചിന്തയില ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. അതാ വർഷം ഉദ്ദേശിച്ചത് സാർ. ഓ അങ്ങനെ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി സൂപ്പർ സൂപ്പർ, നീ നന്നായിട്ട് മാനേജ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും അഭിലാഷ് സാർ ചോദിച്ചു, എന്താ മാനേജ് ചെയ്ത്? അല്ല, ഞാൻ പുതിയ പുതിയ ഐഡിയ പറഞ്ഞു കൊടുക്കും, അവൻ അതനുസരിച്ച് മാനേജ് ചെയ്യുന്ന ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ, ഓ ആ മാനേജിങ്ങോ? അതെ സാർ. എന്നെ ഹോട്ടൽ ഫീൽഡിലേക്ക് ഇറക്കിയത് തന്നെ ഈ സുധിയേട്ടനാ. എനിക്ക് ഹോട്ടൽ മേടിക്കാൻ സഹായിച്ചത് തന്നെ സുധിയേട്ടനാ. പിന്നെ എന്റെ ഫാമിലി സപ്പോർട്ട്, അവരാ എന്നെ ഈ നിലയിൽ എത്തിച്ചത്. വെരി ഗുഡ് വെരി ഗുഡ്. ഇതാണ് സാർ എന്റെ വൈഫ് വർഷ. ഹലോ. അല്ല വർഷ എന്താ ചെയ്യുന്നത്? അതെ, ഞാന് ഒരു ഡബിങ് ആർട്ടിസ്റ്റാ. ഡബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു, ഇപ്പം സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉണ്ടോ? 3 സ്റ്റുഡിയോ. അപ്പോഴത്തേക്കും നമ്മുടെ വർഷം 3 സ്റ്റുഡിയോയോ? അല്ല, ഇതില് നമ്മളുടെ ലിസ്റ്റിലില്ലല്ലോ, മുന്നേ പറഞ്ഞിട്ടുമില്ലല്ലോ എന്ന് ശ്രുതിയോട്. ശ്രുതിയാണെങ്കിൽ മിണ്ടാതിരിക്കണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അഭിലാഷ് സാർ ചോദിച്ചു, എന്താ നിങ്ങൾ പറയുന്നത്? അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, അതെ നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാം ലിസ്റ്റ് ചെയ്തിരുന്നു, സാറ് ബിസിയാണല്ലോ, അതുകൊണ്ട് സാറിന്റെ സമയം കളയണ്ടെന്ന് കരുതി ഈ പരിചയപ്പെടൽ ലിസ്റ്റിൽ ഇട്ടിരുന്നില്ല. അതാ വർഷ ചോദിച്ചത്. അല്ലേ വർഷേ? അത് തന്നെ അത് തന്നെ. ഓ അത് കുഴപ്പമൊന്നുമില്ലല്ലേ, ഈ ഒരു ദിവസം ഞാൻ ശ്രുതിക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുകയല്ലേ, ശ്രുതിയുടെ ഫാമിലിക്ക് വേണ്ടിയും. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി താങ്ക് യു സാർ എന്നൊക്കെ പറയാ. ഈ ഒരു സമയത്ത് നമ്മുടെ രവീന്ദ്രൻ എല്ലാവരെയും ഇങ്ങനെ പരിചയപ്പെടുത്താണ് കേട്ടോ, എല്ലാവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി ഇത് കണ്ടത്. ശ്രുതി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും, ഉയ്യോ ഇതെന്താ, അച്ഛൻ വീണ്ടും അടുത്ത കുരിശുമായിട്ട് വരുന്നല്ലോ. അപ്പം നമ്മുടെ രവീന്ദ്രന്റെ കൂടെ ഒരു ചേട്ടനും കൂടെ ഉണ്ടായിരുന്നേ. ഈ ഒരു സമയത്താണെങ്കിൽ എന്നാ പിന്നെ നമുക്ക് അച്ഛൻ കേക്ക് ചെയ്യാം, അച്ഛൻ പഞ്ച്വാലിറ്റി ഉള്ള ആളാണ്, അച്ഛൻ താമസിച്ചാൽ വഴക്ക് പറയും. എനിക്ക് തോന്നി സിമ്പിൾ മാൻ ബട്ട് എനി ജീനിയസ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ സമയത്താണെങ്കിൽ ശ്രീകാന്ത് അതെ അതെ അതെ, സച്ചി ആണെങ്കിൽ ഈ അയ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയാം, എന്റെ അച്ഛൻ എന്റെ അമ്മയെ കിട്ടിയ പോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ കിട്ടിയത്, അമ്മയെ കിട്ടിയത് ഞങ്ങളുടെ 3 മക്കളുടെ ഭാഗ്യമാണ് സാർ. ഓ വാ എന്നൊക്കെ അഭിലാഷ് സാറ് വെക്കാണ്. ഏതായാലും അഭിലാഷ് സാർ അങ്ങ് സുധീനെയും കൂട്ടിക്കൊണ്ട് പോയപ്പോഴത്തേക്ക് നമ്മുടെ രേവതി, അയ്യോ സമാധാനം, എന്ത് കള്ളവ എന്റെ പൊന്നു സച്ചേട്ട പറയുന്നത്, നിങ്ങളെ പോലെ കള്ളം പറയാൻ എനിക്ക് പറ്റത്തില്ല. അയ്യോ ഒരു പാതിവ്രത വന്നിരിക്കുന്നു. ഓ നീ കള്ളം പറയാൻ അറിയത്തില്ലല്ലേ, നിനക്ക് ഒട്ടും അറിയത്തില്ലല്ലേ കള്ളി. എനിക്ക് അറിയത്തില്ല, എന്റെ അച്ഛൻ എന്നെ കള്ളം പറയാൻ പഠിപ്പിച്ചില്ല. എന്റെ അച്ഛൻ എന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഉണ്ടല്ലോ കള്ളം പറയാൻ വേണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്താ എന്റെ പൊന്നു രേവതി, കള്ളം പറയാൻ നിർബന്ധിച്ചിട്ടല്ലേ നമ്മൾ കള്ളം പറഞ്ഞത് എന്ന്. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന സമയമായി, കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയും കൂടെ ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്യാൻ കേട്ടോ. ഭയങ്കര സന്തോഷം ശ്രുതിക്കും അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അഭിലാഷ് സാറുണ്ട്, അഭിലാഷ് സാറിനും ഭയങ്കര സന്തോഷം. ഏതായാലും കള്ളമൊക്കെ പറഞ്ഞ് ഒരുമാതിരി ഒപ്പിച്ചെടുത്ത് വെച്ചേക്കാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്തിട്ട് നമ്മുടെ ശ്രുതി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയുടെ വായിൽ വെച്ച് കൊടുക്കാണ്. അങ്ങനെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിക്ക് വായിൽ വെച്ച് കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് പതുക്കെ എല്ലാ കേക്കും എടുത്ത് ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കുക നമ്മുടെ ശ്രുതിയും. അപ്പോഴേക്കും തന്നെ നമ്മുടെ അഭിലാഷ് സാറ് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തിട്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞ് ഒരു ആശംസയൊക്കെ കൊടുക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്കും ഭയങ്കര സന്തോഷമായി, ആ ഗിഫ്റ്റ് മേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ പുറകെ തന്നെ കുറെ ഗിഫ്റ്റുകളൊക്കെ നമ്മുടെ ശ്രുതിക്കും കിട്ടുന്നുണ്ട്. കുറെ പേര് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്.
പിന്നെ നമ്മുടെ രവീന്ദ്രനാണ് കേട്ടോ സംസാരിക്കുന്നത്. അങ്ങനെ രവീന്ദ്രൻ സംസാരിക്കാൻ അവസരം കിട്ടി. രവീന്ദ്രൻ സംസാരിക്കുകയാണ്. ക്ഷണം കിട്ടി സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എന്റെ ഒരുപാട് നന്ദി, നമസ്കാരം. ശ്രുതിക്കും വിവാഹ വാർഷിക ആശംസകൾ എന്ന് പറഞ്ഞിട്ട് മൈക്ക് കൈമാറാൻ തുടങ്ങാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറയും, അച്ഛാ കുറച്ചും കൂടെ സംസാരിക്കുക. അത് പിന്നെ എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഞാനും എന്റെ ഭാര്യ ചന്ദ്രയും ഭാഗ്യം ചെയ്തവര് തന്നെയാണ്. ഞങ്ങൾക്ക് ദൈവം ഇതുപോലെ നല്ല 3 ആൺമക്കളെ തന്നില്ലേ, അതിന് ഒരുപാട് ഭാഗ്യം ചെയ്തവരാണ് ഞങ്ങൾ. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു മകള് ഇല്ലായിരുന്നല്ലോ എന്ന വിഷമം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. 3 മരുമക്കൾ വന്നതോടെ ആ വിഷമവും ഞങ്ങൾക്ക് മാറി. ഇപ്പം 3 മക്കളുണ്ട് ഞങ്ങൾക്ക്. 3 മക്കളല്ല, ഞങ്ങൾക്ക് ഇപ്പം 6 മക്കളാണുള്ളത്. ഇവര് 6 പേരും ഞങ്ങളുടെ സ്വന്തം മക്കള് തന്നെയാണ്. ഞങ്ങൾ മരുമക്കളായിട്ടോ മക്കളായിട്ടോ വേർതിരിവൊന്നും കണ്ടിട്ടില്ല. പിന്നെ ശ്രുതി പോകുന്ന വഴി ഓർത്തിട്ട് കുറച്ച് വേവലാതിയൊക്കെ ഉണ്ടായിരുന്നു. ശ്രുതിയുടെ ജീവിതം മാറിയത് ശ്രുതിമോള് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോടു കൂടിയാണ് അവരൊന്ന് സെറ്റ് ആയത്. ഇപ്പം അവനൊരു വലിയൊരു ഷോറൂമിന്റെ ഓണറാണ്. ആ നിലയിലെത്താൻ കാരണം ശ്രുതിമോള് തന്നെയാണ്. ശ്രുതിമോളുടെ ആ ഒരു പരിശ്രമവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഇപ്പം ശ്രുതി ഈ ഒരു നിലയിലെത്തിയത്. ശ്രുതി മാത്രമല്ല, എന്റെ 2 മക്കളും വലിയ നിലയിലെത്തിയിരിക്കുകയാണ്. 3 പേരും നല്ല നിലയിൽ എത്തുന്ന എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. വിദ്യാഭ്യാസം കൊടുത്തു, നല്ല രീതിയിൽ തന്നെ. ഞാനൊരു ബസ് ഡ്രൈവർ ആയിരുന്നു. ഇത് കേട്ടതും പെട്ടെന്ന് നമ്മുടെ ശ്രുതി, അയ്യോ അച്ഛൻ കുളവാക്കിയല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും ശ്രുതിയോട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ശ്രുതി, എന്റെ ദൈവമേ തീർന്നു, എല്ലാം തീർന്നു ശ്രുതി. ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രന് ഭയങ്കര സംസാരം. ഞാൻ ആരെ വേദനിപ്പിച്ചിട്ടില്ല, ഞാൻ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, സത്യസന്ധമായിട്ട് ജീവിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് നമ്മുടെ അഭിലാഷ് സാറിന് വലിയ പ്രശ്നമൊന്നുമില്ല. അഭിലാഷ് സാർ ഇങ്ങനെ എല്ലാം കേട്ടോണ്ട് നിൽക്കാം. അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു, നമ്മൾ നല്ലത് ചെയ്താൽ നമ്മുടെ വയസ്സാം കാലത്ത് നമ്മുടെ മക്കൾക്കാണ് അതിന്റെ നല്ല ഫലം കിട്ടുന്നത്, നല്ലത് കിട്ടുന്നത്. ഞാൻ ഓട്ടോ ഒക്കെ നിർത്തി ഇപ്പം ഞാൻ എന്റെ മക്കൾക്കാണ് ബാറ്റൺ കൈമാറിയിരിക്കുന്നത്. മുന്നിലെത്തണം, വിജയിക്കണം, എന്റെ മക്കള് മുന്നിലെത്തണം, വിജയിക്കണം, അതൊക്കെ എനിക്ക് കാണണം, കണ്ണ് നിറയെ കാണണം. ജീവിതത്തിൽ മുന്നിലെത്തണമെങ്കിൽ അവര് അച്ഛനമ്മമാരുടെ വാക്കുകൾ തന്നെ കേൾക്കണം, ഭാര്യമാര് പറയുന്നത് കേൾക്കണം, കഠിനാധ്വാനം ചെയ്യണം. പിന്നെ എല്ലാത്തിനും ഉപരി മനസ്സില് സ്നേഹവും നന്മയും സത്യസന്ധതയും ഒക്കെ വേണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ നിന്നും നമുക്ക് ഒളിച്ചോടാനോ പുറകോട്ട് പോകാനോ ഒന്നും പറ്റത്തില്ല. എന്റെ 3 മക്കളും സത്യസന്ധരാണ് എന്ന് എനിക്കറിയാം. കുടുംബം എന്നാലേ ഒരു തോണി പോലെയാണ്. കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി ഞാഞ്ഞ് തുഴഞ്ഞാല് ആ തോണി പെട്ടെന്ന് കരയിലെത്തും. നമ്മുടെ കുടുംബം മറ്റു കുടുംബക്കാർക്കെല്ലാം ഒരു മാതൃകയാകട്ടെ. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചെറിയ സംസാരം നിർത്തുകയാണ്. ശ്രുതിക്കും ഇതുപോലെ സ്നേഹത്തോടെ സന്തോഷത്തോടെ 1000 കൊല്ലം ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മൈക്ക് നമ്മുടെ രവീന്ദ്രൻ കൈമാറി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഇനി ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞുകൊണ്ട് മേടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതി വന്നിട്ട് സമയം തീരെ കുറവാ, ഇങ്ങനെ മൈക്ക് തന്നേന്ന് പറഞ്ഞുകൊണ്ട് നേരെ അഭിലാഷ് സാറിന് മൈക്ക് കൈമാറാണ്. പിന്നെ അഭിലാഷ് സാറാണ് സംസാരിക്കുന്നത്. അങ്ങനെ അഭിലാഷ് സാർ പറയാണ്, അതെ ഇയാള് പറഞ്ഞത് സത്യമാണ്, അതായത് ശ്രുതിയുടെ അച്ഛൻ പറഞ്ഞത് സത്യമാണ്. ഒരു ഫാമിലി എങ്ങനെ ഇരിക്കണമെന്ന് അയാൾ പറഞ്ഞു. ഒരാള് മുന്നിലെത്തിയാൽ അതിന്റെ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ കുടുംബം തന്നെയായിരിക്കും. ജീവിക്കണമെങ്കിൽ, സമൂഹത്തിൽ ഉന്നതങ്ങളിൽ എത്തണമെങ്കിൽ കുടുംബത്തില് സപ്പോർട്ട് എന്ന് പറയുന്നത് അത് ഒത്തിരി ആവശ്യമാണ്. ആ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റിയത്. സാർ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അല്ല, നിങ്ങൾ ഈ കുടുംബത്തെ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത് ഇത്രയധികം നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നതിന്റെ പ്രചോദനം എന്താണ് എന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാണ് സാർ എന്നിങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് അഭിലാഷ് സാറ് ശ്രുതിക്കും എന്റെ ബെസ്റ്റ് വിഷസ് ഒക്കെ കൊടുക്കാണ് കേട്ടോ, വക ആശംസയൊക്കെ കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, ഇവർക്ക് ഞാൻ വേറൊരു ഗിഫ്റ്റ് കൂടി ഇന്ന് കൊടുക്കാൻ പോവാന്ന് പറയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വേറെ ഗിഫ്റ്റോ? അപ്പൊ ശ്രുതി എന്ത് ഗിഫ്റ്റ്? ഗിഫ്റ്റോ എന്ന് പറഞ്ഞ് നമ്മുടെ വർഷയും ശ്രീകാന്തും അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രനും ഒക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ വേറെ ഒന്നുമല്ല ഗിഫ്റ്റ് കൊടുക്കുന്നത്, ആ ഡീലർഷിപ്പ് കൊടുക്കുകയാണ് നമ്മുടെ ശ്രുതിക്കും. അത് നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള യങ്ങേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ ഞാന് എന്റെ ഡീലർഷിപ്പ് കൊടുക്കാൻ പോകുന്നത് വേറെ ആർക്കുമല്ല, ശ്രുതിക്കും തന്നെയാണെന്നാണ് അവിടെ പറയുന്നത്. അയ്യോ, ഇതിൽ കൂടുതൽ പറയാനുണ്ടോ എന്റെ പൊന്നോ? നമ്മുടെ ശ്രുതിയും കാത്തിരുന്നത് ആ നിമിഷത്തിന് വേണ്ടിയല്ലേ.
അങ്ങനെ ഭയങ്കര സന്തോഷമാവാണ് ശ്രുതിക്ക്. അവിടെ നിന്നവരെല്ലാരും കൈകൊട്ടുകയാണ്. ആ ഡീലർഷിപ്പ് നമ്മുടെ ശ്രുതിക്ക് തന്നെ കിട്ടുകയാണ്. അങ്ങനെ ഡീലർഷിപ്പ് ഒക്കെ അതൊക്കെ അനൗൺസ്മെന്റ് ചെയ്തിട്ട് അഭിലാഷ് സാറ് പോവാണ് കേട്ടോ. അഭിലാഷ് സാറിന് യാത്രയൊക്കെയാണ്. അങ്ങനെ അഭിലാഷ് സാർ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോയി. ഈ സമയത്താണെങ്കിൽ എന്റെ പൊന്നു നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സന്തോഷം. ശ്രീകാന്തിനെയും സച്ചിനെയൊക്കെ മാറി മാറി കെട്ടിപ്പിടിക്കുന്നു. അപ്പൊ ഇതിൽ കൂടുതൽ എന്ത് സന്തോഷമല്ലേ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ സച്ചി ഏതായാലും ഇത്രയും നമ്മൾ അഭിനയിച്ചതിനൊരു ഫലം ഉണ്ടായല്ലോ, അവൻ നല്ല രീതിയിൽ എത്തൂല്ലോ, അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു സംഭാഷണമൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ സച്ചിക്ക് ചോർച്ചില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ സച്ചിനെ ചൊറിഞ്ഞ് രേവതി മടുക്കാണ് കേട്ടോ. സച്ചിക്കാണെങ്കിൽ പുറം ചൊറിയാനായിട്ട് എത്തുന്നുമില്ല. മൂലയിലും വക്കത്തും ഒന്നും പോയി ഭിത്തിയിലൊന്നും പോയിട്ട് ഉറയ്ക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷന് അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാർക്ക് മേറ്റ് ആണെങ്കിൽ വന്നിട്ട് ദേ ഞാൻ കാരണം ഇപ്പൊ ഡീല് കിട്ടിയത്, മറക്കരുത്. മറക്കത്തില്ല എനിക്ക് മറക്കാൻ പറ്റുമോ ബ്രോ കാരണമല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം ഈ ഒരു നിലയിൽ എത്തി നിൽക്കുന്നത്. ആ അതെ, ഒരു കാര്യം പറയട്ടെ സുധി, നമുക്കൊരു പാർട്ട് വേണ്ടേ? ഇത് നിന്റെ ഒരു പെക്കിന് വേണ്ടി അഭിലാഷ് സാറിന് ഒത്തിരി തവണ വെയിറ്റ് ചെയ്യിക്കാൻ പറ്റുമോ? ആ ശരിയാണല്ലോ അല്ലെ. എന്നാ പിന്നെ അച്ഛനും അമ്മ അറിയാതെ നിങ്ങൾ തുടങ്ങി വെക്കാൻ. അപ്പൊ അഭിലാഷ് സാർ പോയില്ലെന്ന് തോന്നുന്നു. അഭിലാഷ് സാർ ഇച്ചിരി അടിച്ചിട്ട് പോകാൻ വേണ്ടി നിൽക്കുക. ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ സച്ചിയും മറ്റേ പാർക്ക് മേറ്റും കൂടെ ഒരുമിച്ച് കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഏതായാലും സച്ചി കുടിക്കോ ഇല്ലോ എന്ന് അറിയത്തില്ല. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ. ഏതായാലും ഡീലർഷിപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം വന്ന് അഭിലാഷ് സാർ ഊടായിപ്പാണോ നേർവഴിയനാണോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അതോ നമ്മുടെ ശ്രുതിയുടെ ഇനിയിപ്പം മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്തൊക്കെ അബദ്ധത്തിൽ ചെന്ന് ചാടും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കാരണം അബദ്ധം മാത്രവും അതുപോലെ തന്നെ പൊട്ടത്തരവും മാത്രവും കാണിച്ചു കൂട്ടുന്നതാണല്ലോ ശ്രുതിയുടെ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം. അതുപോലെ നമ്മുടെ സച്ചിയുടെ ഫോൺ നമ്മുടെ ശ്രുതിക്ക് കിട്ടുമെന്ന് നോക്കാം. അപ്പൊ ടാറ്റ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കരുതേ.